ഹലോ. ധനുഷ്കോടിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി അതായത് ഒരു സുന്ദരമായൊരു പ്രദേശം കണ്ടു. ഒരുപാട് നല്ല മരങ്ങളും നല്ല തണുപ്പും നല്ല കാലാവസ്ഥയും. വെയിലുണ്ടെങ്കിലും ചൂടില്ല, നല്ല കാലാവസ്ഥയാണ്. തണുത്ത കാറ്റാണ് കടലിൽ നിന്ന് അടിക്കുന്നത്, കാണാൻ പറ്റും. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങളൊരു 6 പേരുണ്ട്. ഞങ്ങൾ വരുന്ന വഴി ഈ സ്ഥലം കണ്ടു. ഞങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. 1-2 പേര് കൂടി വരുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു ട്രിപ്പായിരുന്നു ഞങ്ങളുടേത്. കാരണം രാമേശ്വരം ധനുഷ്കോടി നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഇന്നലെ രാമേശ്വരത്ത് ഒന്ന് റൂം എടുത്ത് താമസിച്ചു. നല്ലൊരു റൂം കിട്ടി, വളരെ റീസണബിൾ റേറ്റിൽ AC റൂം കിട്ടി. 8 പേർക്ക് കിടക്കാവുന്ന ബെഡിൽ ഞങ്ങൾ 6 പേര് വളരെ വിശാലമായി സന്തോഷത്തോടുകൂടി കിടന്നു. നല്ല ഫുഡ് കിട്ടി. ഈ പറയുന്ന പോലെ നമ്മളൊരു രാജ്യത്ത് ചെന്നാൽ അവിടെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. പക്ഷെ നമ്മളത് നല്ലത് കണ്ടെത്തി പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും എല്ലാ കാര്യങ്ങളും. നമ്മൾ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി അന്വേഷിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടും മടിയും ഉള്ളത് കൊണ്ടാണ് നമുക്കതങ്ങനെ ഫീൽ ചെയ്യുന്നത്. നല്ല സൗകര്യങ്ങളുള്ള റൂംസ് ഉണ്ട്, നല്ല ഫുഡ് കിട്ടുന്ന കടകളുണ്ട്, നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളുമുണ്ട്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്താൽ മാത്രമേ. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതായത് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇന്നലെ തുടങ്ങിയ ഈ യാത്ര ഇന്നിപ്പോൾ 2-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ തിരിക്കും. അങ്ങനെ നാളെ ചിലപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തും. എന്തായാലും നല്ലൊരു യാത്ര നടത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര പോകുന്നവരാണ്. പോകുന്ന യാത്രയിൽ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് പോയതിൽ ഏറ്റവും രസകരമായി തോന്നിയ ഒരു യാത്രയും എൻജോയ് കൂടുതൽ ചെയ്യാൻ പറ്റിയ ഒരു യാത്ര ഇത് തന്നെയാണ്. കൂടുതൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നാസർ എന്നാണ് പേര്, ചേർന്ന് നിൽക്കും. ഇത് നാസർ ഭായ്. ചെറുപ്പകാലം തൊട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബന്ധങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അനീഫാണെന്നുണ്ട്. അനീഫാണെ വന്ന് കടന്നു വരും. ഇത് അനീഫാണ്. ഞങ്ങളങ്ങനെ 6 പേരുണ്ട്. 2-3 പേര് കൂടി ഇനി വരാനുണ്ട്. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഏകോദര സഹോദരങ്ങൾ പോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇതുപോലെ ചെറിയ ട്രിപ്പുകൾക്ക് ഞങ്ങൾ എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. അതിന് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും പരിഹരിച്ച് പോകാനാകുന്നതും പരിശ്രമിക്കും. കാരണം ഓരോ യാത്രകളും നമുക്ക് നൽകുന്ന ഓരോ ഊർജ്ജങ്ങളും ഓരോ അനുഭവങ്ങളുമാണ്. ഓക്കെ, വീണ്ടും അടുത്ത യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോടെ ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിക്കും, മിക്കവാറും ഇന്നോ നാളെയോ. ഓക്കെ, ബായ്.